ഹലോ, അപ്പൊ ഇന്ന് നമുക്ക് ഹരിശങ്കറിന്റെ പാട്ടും അതുപോലെ തന്നെ കെട്ടുവിളക്കും കെട്ടുകാളയും കാണാൻ പോവാം. രാത്രി ഇങ്ങനെ നമ്മുടെ ഉത്സവപ്പറമ്പിൽ കറങ്ങി നടക്കാൻ നല്ല രസമാണല്ലേ. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. സ്റ്റേജ് 2 കാർത്തികയില് ക്ലാസിക്കൽ പെർഫോമൻസ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. രാത്രിയാണെന്നൊരു തോന്നലേ ഇല്ല, കാരണം ഫുൾ ഓൺ ആയിരുന്നേ. അല്ലേലും ഉത്സവമായ അങ്ങനെയാണല്ലോ. ദേ നമ്മുടെ രഥമൊക്കെ ഇപ്പോഴേ ഒരുക്കിയിട്ടിട്ടുണ്ടായിരുന്നേ. അവിടെ വരുന്ന ഭക്തരെല്ലാം അതിനു മുന്നേ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ഹരിശങ്കറിന്റെ പെർഫോമൻസും അതുപോലെ തന്നെ കെട്ടുകാളയും കാണാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ ആനയില്ലാന്ന്. ഇത് ആനയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ഇത് ഈ കാണുന്നതാണ് നമ്മുടെ 1350 പേരോളം ഇരിക്കാൻ പറ്റുന്ന അന്നദാന മണ്ഡപം. നമുക്ക് നമ്മുടെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കലവും ചട്ടിയും ഒക്കെ മേടിക്കാനായിട്ടാണ് നേരെ പോയത്. അതൊക്കെ മേടിച്ച് നേരെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നേ. കാരണം നമ്മുടെ പ്രധാന സംഭവത്തിന് വേണ്ടിയിട്ടുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. കെട്ടുകാളയും കെട്ടുവിളക്കിനോടൊപ്പം തന്നെ ചെണ്ടമേളവും ബാൻഡ് സെറ്റും നാസിക് ഡോൾ ആണെന്ന് തോന്നുന്നു, അങ്ങനെയായിരിക്കും പറയുന്നേ. അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓരോന്നായിട്ട് വരുന്നുണ്ടായിരുന്നേ. അതിനോടൊപ്പം നമ്മുടെ നാട്ടുകാരെല്ലാം ഫുൾ വൈബ്. ഈ ഗൊറിയിലയെ കണ്ട് എല്ലാ പിള്ളേരും ഭയങ്കര കരച്ചിലായിരുന്നു. എന്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു കെട്ടുവിളക്ക് ഞാൻ ആറ്റുകാലി പോയപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയാണ്. ഇത്രയും ചൂടത്ത് ഇത്രയും വെയിറ്റും കൊണ്ട് ഇത്രയും ദൂരം നടന്നു വരുന്ന ഇവരെ സമ്മതിക്കണം അല്ലേ. കൊട്ടി അതിന്റെ തോല് വരെ പൊട്ടി. ഇതാണ് കെട്ടുകാള. കെട്ടുകാളയെന്നോ കതിരുകാളയെന്നൊക്കെ പറയും. സത്യം പറഞ്ഞ ആ നാട്ടുകാരിയാണെങ്കിലും ഇതിന്റെ ഐതിഹ്യമൊന്നും എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല കേട്ടോ. ഇതും കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. 4 പേര് ചേർന്നാണ് ഇത് പിടിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ യൂസ്ലെസ് തിങ്സ് വാങ്ങാനുള്ള ടൈമായി. അവിടെ നിന്ന് തേടി പിടിച്ച ജിറാഫിനെ എല്ലാം എടുത്ത് നേരെ വന്നപ്പോൾ ഹരിശങ്കറിന്റെ പെർഫോമൻസ് തുടങ്ങി. സീറ്റ് ഒന്നുമില്ല, പിന്നെ റോഡിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. എന്റെ പിന്നെ പുള്ളിയുടെ എനർജി ലെവൽ പറയാനേ ഇല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.